ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादा सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेशा गोपिका कांदा राधा कांदा नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 4 നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധ്യായം 4 42 ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നു. ഈ ശ്ലോകം ഇനി നമ്മൾ ഈ ഒരു അധ്യായത്തിൻ്റെ ശീർഷകം തന്നെ എന്താണ്? ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ആന്തരിക കാരണങ്ങൾ അല്ലേ? അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നു. ഇനി ശ്രീമതി രാധാറാണിയെക്കുറിച്ച് നമുക്ക് കാണാം ഇവിടെ കുറച്ച് ശ്ലോകങ്ങളിൽ. രാധ ഭക്തരിൽ വെച്ച് ഭക്ത ചൂടാമണിയാണ് രാധാറാണി എന്ന് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. दास्य सख्य वात्सल्य आर ये श्रृंगार चारि प्रेम चतुर्विध भक्त ए आधारा। दास्य सख्य वात्सल्य आर ये श्रृंगार चारि प्रेम चतुर्विध भक्त ए आधार। दास्य सख्य वात्सल्य ये श्रृंगार चारि प्रेम चतुर्विध भक्त ही आधार. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. दास्य सख्य वात्सल्य आर ये श्रृंगार
चारी प्रेम चतुर्वेद भक्ति आधारा विवर्तनम by His Divine Grace सभे चरणारविंद भक्ति വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവത് പ്രേമത്തിൽ 4 തലത്തിലുള്ള ഭക്തന്മാർ 4 വിധത്തിലുള്ള പ്രേമരസങ്ങൾക്ക് ദാസ്യം, സഖ്യം, വാത്സല്യം, യുഗ്മ പ്രേമം പാത്രങ്ങളാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത് നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. 4 തരത്തിലുള്ള ഭാവങ്ങൾ, അല്ലെങ്കിൽ മെലോസ്, ഇംഗ്ലീഷിൽ മെലോസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള റിലേഷൻ, ആ ഒരു സ്നേഹബന്ധം 4 തരത്തിലാണ് പ്രമുഖമായിട്ട് പറയുന്നത്. 5 ഉണ്ട്, ശാന്തരസമുണ്ട്. പക്ഷേ മഹാപ്രഭു ശാന്തരസത്തെ ശാന്തരസത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ദാസ്യരസം മുതലാണ്. ദാസ്യം, സഖ്യം, അതേപോലെ തന്നെ വാത്സല്യം, മാധുര്യം. ഇത് നമുക്കറിയാം, പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാസ്യരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ദാസൻ എന്നുള്ള രീതിയിലുള്ള ഭാവത്തോട് കൂടിയിട്ടുള്ള ആ ഒരു രസം, ആ ഒരു ഭാവം. പിന്നെ സഖ്യം നമുക്കറിയാം, സുഹൃത്തുക്കളെ പോലെ. വാത്സല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, ആ ഒരു അച്ഛനമ്മ, അല്ലെങ്കിൽ ആ ഒരു മദർലി, ഫാദർലി എന്നൊക്കെ പറയും. സ്വന്തം അച്ഛനമ്മ മാത്രമല്ല, ഈവൻ ആ ഒരു ഭാവത്തിൽ എൻ്റെ മകനാണ്, എൻ്റെ ഉണ്ണിക്കണ്ണനാണ് എന്നുള്ള രീതിയിലൊക്കെ ഭഗവാനെ കാണുന്ന ആ ഒരു ഭാവത്തെ വാത്സല്യ രസം എന്ന് പറയുന്നു. മാധുര്യരസം പല രീതിയിലുണ്ട്, പല തരത്തിലുണ്ട്. മാധുര്യരസത്തിൽ അദ്ദേഹത്തെ, അതായത് മാധുര്യരസത്തിൽ തന്നെ സ്വകീയ ഭാവമുണ്ട്, പരകീയ ഭാവമുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തെ ഒരു കാമുകനായിട്ട് കാണുന്നു, ഒരു ലവറായിട്ട് തോന്നുന്നു, ഭർത്താവായിട്ട് തോന്നുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ട്. പിന്നെ അതിലും ഈ പറയുന്ന ദാസ്യം കലർന്നിട്ടുള്ളതുണ്ട്. അപ്പോൾ മഞ്ജരി ഉപാസനയൊക്കെ വരുന്നത് മാധുര്യരസത്തിൽ തന്നെയാണ്. പക്ഷേ എന്നാൽ നോക്കുമ്പോൾ അവർക്ക് ഭഗവാൻ കൃഷ്ണനോട് അങ്ങനെ ഒരു എന്താ പറയുക, ഭഗവാൻ കൃഷ്ണനെ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ ഒരു ലവറായിട്ടോ ഒന്നും മഞ്ജരിമാർ കാണുന്നില്ല. അവരുടെ ഭാവം രാധാറാണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് അദ്ദേഹത്തോടും സ്നേഹം കാണിക്കുന്നു. അതാണ് വ്യത്യാസം, അതാണ് അവരുടെ ഭാവം. പക്ഷെ അവരുടെ ആ ഒരു രസവും, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അതും മാധുര്യ രസത്തിൽ തന്നെ വരുന്നതാണ്. ഓക്കെ. നിജ ഭാവസഭേ ശ്രേഷ്ഠ കരിമാനെ, നിജ ഭാവേ കരെ കൃഷ്ണ സുഖ ആസ്വാദനെ. നിജ ഭാവസഭേ ശ്രേഷ്ഠ കരിമാനെ, നിജ ഭാവേ കരെ കൃഷ്ണ സുഖ ആസ്വാദനെ. യെസ്. हरे कृष्णा प्रभु. निज निज भाव सबे श्रेष्ठ करी माने, निज भावे करे कृष्ण सुख आस्वादने. वर्तनम by His Divine Grace സഭേ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഓരോ ഭാവത്തിലുള്ള ഭക്തനും തന്റെ വികാരമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അനുഭവിക്കുകയും അപ്രകാരം അയാൾ ആ മനോഭാവത്തിൽ കൃഷ്ണനോടൊത്ത് പരമമായ സുഖം ആസ്വദിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഭാവം പലതാണെങ്കിലും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് മാധുര്യരസമാണ്, മാധുര്യരസത്തിലുള്ളത് മാത്രമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് എന്നുള്ളൊരു തോന്നൽ. അത് ശരിയായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ല. ശരിയാണ്, ഈ 4 രസവും നോക്കുമ്പോൾ കൂടുതൽ ഇൻറ്റിമസിയും കൂടുതൽ അത് വരുന്നത്, അല്ലെങ്കിൽ ഇൻറ്റിമസി ഇൻ ദ സെൻസ്, അതെ, ആ ഒരു ഗോപികമാരുടെ ആ ഒരു റിലേഷൻ ഭഗവാനുമായിട്ടും രാധാറാണിയുടെ റിലേഷനും അതിനെ മറികടന്നുള്ള വേറെ ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും മറ്റുള്ള എല്ലാ ഭാവങ്ങളും രസങ്ങളും അത് വളരെ ഉത്കൃഷ്ടമായിട്ടുള്ളത് തന്നെയാണ്, സംശയമൊന്നുമില്ല. കാര്യം ആ രസത്തിലുള്ളവർ അവർ 100% സന്തോഷവാന്മാരാണ്. അവർ സന്തോഷമാണ് അവർക്ക് എപ്പോഴും. ബിക്കോസ് അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് ഒരിക്കലും തോന്നില്ല, വാത്സല്യ രസത്തിലുള്ളവർ ഒരിക്കലും തോന്നില്ല മാധുര്യ രസത്തിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ സഖ്യരസത്തിലേക്ക് മാറണമെന്നോ. അങ്ങനെ ഒരു ഫീലിങ്സ് അവർക്കില്ല. അവർ ഏത് ഭാവത്തിലാണുള്ളത് ആ ഭാവത്തിൽ അവർ പൂർണ്ണമായിട്ടും സന്തുഷ്ടരാണ്. അതേപോലെ തന്നെ അതിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദം അവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് പറയുന്നത്. അതിനുവേണ്ടി വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാധുര്യം. അതായത് ഇതിൻ്റെ പ്രത്യേകത അതാണ്. അതായത് നമുക്ക് ഓരോരുത്തർക്കും സ്വാഭാവികമായിട്ടുള്ള ഒരു ഭാവം ഉണ്ടാവും ഭഗവാനോട്.
അത് ഇപ്പോൾ നമുക്കറിയില്ല എന്ന് മാത്രം. നമുക്കെല്ലാവർക്കും നാച്ചുറലായിട്ട് ഒരു ഭാവം ഉണ്ടാവും. ഇതേ ഏതെങ്കിലും ഒരു ഭാവത്തിൽ, ഈ 5 രസങ്ങളിൽ ഏതെങ്കിലും ഒരു രസത്തിലായിരുന്നു നമ്മുടെ കണക്ഷൻ ഭഗവാനുമായിട്ട്, രാധാറാണിയായിട്ട് ഉള്ളത്. അത് ഏതാണ് എന്നുള്ളത് നമുക്കറിയില്ല. അത് ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെയാണ്. പക്ഷേ ഒരു സമയത്ത് നമ്മുടെ യോഗ്യതയെല്ലാം നമുക്ക് വരുമ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ, നമുക്ക് ഗുരുവിൻ്റെ കാരുണ്യത്താൽ ഇതെല്ലാം വെളിപ്പെടുത്തി തരുന്നു. അങ്ങനെ നമുക്ക് ഇതെല്ലാം കാണുവാനും ആസ്വദിക്കാനും അതിൽ പൂർണ്ണമായിട്ടും ആനന്ദം നേടുവാനും സാധിക്കുന്നു. അപ്പോൾ ഇത് ഏതാണെങ്കിലും നല്ലതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നാച്ചുറലായിട്ടുള്ള ഇൻക്ലിനേഷൻ എന്താണോ അതാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റുള്ളവർ ദാസ്യരസമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ മാധുര്യരസമാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ വാത്സല്യരസമാണെങ്കിൽ അത് മാറ്റിയിട്ട് ഇനി മാധുര്യരസത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നാച്ചുറലായിട്ടുള്ളൊരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ അറിയാതെ നമ്മളെ അതിലേക്ക് എത്തിക്കും. അതാണ് പ്രത്യേകത. അതാണ് ഈ ഭാവങ്ങളുടെയൊക്കെ, അത് നാച്ചുറലായിട്ട് ഉള്ളിലുള്ളത് കൊണ്ട് ഭഗവാൻ തന്നെ റീഡയറക്റ്റ് ചെയ്ത്, ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വേറെ രസങ്ങളിലും ഭാവങ്ങളിലായിരിക്കും, പിന്നീടായിരിക്കും, അതായത് അറിഞ്ഞു തുടങ്ങണേക്കാൾ മുമ്പ് നമ്മളെല്ലാം ഒരേപോലെ തോന്നും. അതിന് പതിയെ നമ്മളെ റീഡയറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അത് ഭഗവാനും നമ്മുടെ ഗുരുവിൻ്റെയും ജോലിയാണ്. അത് അവർ ചെയ്തുകൊള്ളും. നമ്മൾ ചെയ്യേണ്ടത് ആ പ്രാക്ടീസസ് ചെയ്യുക, ആചാർ. അവർ പറഞ്ഞു തരുന്നത്, ഗുരുവും ഭഗവാനും പറയുന്ന കാര്യങ്ങൾ, ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ, ഗുരുവാണി, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ട് അത് നല്ല രീതിയിൽ നമ്മൾ ആചരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും. അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ വെളിപ്പെടുത്തി തരാതെ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഉറപ്പായിട്ടും സാധിക്കില്ല. തടസ്ഥഃ ഈയമനെ വിചാരയധികരി സബരസഹൈതേ ശൃംഗാരേ അധിക മാധുരി. തടസ്ഥഃ ഈയമനെ വിചാരയധികരി സബരസഹൈതേ ശൃംഗാരേ അധിക മാധുരി. ഹരേ കൃഷ്ണ. തടസ്ഥഃ യമനെ വിചാരയേധികരി സബരസഹൈതേ ശൃംഗാരേ അധിക മാധുരി. വിവർത്തനമൊരു ഭാവാർത്ഥ ശ്രീല പ്രഭുപാദിക്ക് ജയ്. പക്ഷേ വികാരങ്ങളെ നിഷ്പക്ഷമായി താരതമ്യം ചെയ്താൽ യുഗള പ്രേമവികാരമാണ് മറ്റെല്ലാത്തിലും ശ്രേഷ്ഠമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഭഗവാനുമായുള്ള അതീന്ദ്രിയ ബന്ധങ്ങളിൽ ആരും ആരെക്കാളും ഉയർന്നവനോ താഴ്ന്നവനോ അല്ല. കാരണം നിരപേക്ഷ മണ്ഡലത്തിൽ എല്ലാം തുല്യമാണ്. ഈ ബന്ധങ്ങളെല്ലാം നിരപേക്ഷമാണെങ്കിലും വ്യത്യാസങ്ങളുണ്ട്. അതിനാൽ യുഗള ബന്ധത്തെ ഏറ്റവും ഉയർന്ന പരിപൂർണതയുള്ളതായി പരിഗണിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ, താങ്ക് യു മാതാജി, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ യുഗല ഉപാസന, യുഗല പ്രേമം, അല്ലെങ്കിൽ ആ മാധുര്യ രസത്തിന് ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട് അതിൻ്റെ മാധുര്യത്തിൽ, അല്ലാതെ ആ ഒരു ഭാവത്തിലല്ല. ഈ പറയുന്ന എല്ലാ ബന്ധങ്ങളും ഒരേപോലെ ഉയർന്ന തലത്തിലുള്ളത് തന്നെയാണ്. ഒന്നും നമുക്ക് അങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ സാധിക്കില്ല. കാര്യം ശിലപ്രഭുജിയുടെ ഭാവാർത്ഥത്തിൽ പറയുന്ന പോലെ എല്ലാം നിരപേക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാം പരമസത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നമുക്ക് ഏത് വലുത് ഏത് ചെറുതെന്ന് കാണാൻ സാധിക്കില്ല. ഒരിക്കലും എല്ലാം ഒരേപോലെയാണ്. എന്നാലും അതിൽ നോക്കുമ്പോൾ എന്താ പറയുക, ആ ഒരു സ്നേഹബന്ധത്തിലും ആ ചെറിയൊരു ഒരു എന്താ പറയുക, കൂടുതലൊരു സുപ്പീരിയോറിറ്റി മാധുര്യരസത്തിന് ഉണ്ട് എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. പക്ഷേ മറ്റുള്ളതെല്ലാം താഴെയാണെന്നുള്ളൊരു തോന്നൽ അത് തെറ്റായിട്ടുള്ളതാണ്. ഈവൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരിക്കലും അത് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാവരും മാധുര്യരസത്തിലായിരിക്കണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ മാധുര്യരസമാണ് ടോപ്പ് മോസ്റ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലീലയിലൂടെ രാധാഭാവത്തിൽ വന്നുകൊണ്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ശ്രീ സനാതന ഭട്ട രഘുനാഥ്, ശ്രീ ജീവ ഗോപാല ഭട്ട ദാസ് രഘുനാഥ്, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, ഇവരെല്ലാവരും ലോകനാഥ് ഗോസ്വാമി, ഇവരെല്ലാവരും എന്താണ് നമുക്ക് കാണിച്ചു തന്നത്? മാധുര്യ ഉപാസനയാണ്. ശ്രീനിവാസാചാര്യ, അതേപോലെ ശ്യാമാനന്ദ പ്രഭു,
നരോത്തം ദാസ് ഠാക്കൂർ, ഇവരെല്ലാവരും മാധുര്യ ഉപാസനയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവരുടെ ബിക്കോസ് ഇതെല്ലാം ഗൗഡിയ വൈഷ്ണവ പരമ്പരയിൽ വരുന്നത് കൊണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലും പലവരും രാമഭക്തരുണ്ടായിരുന്നു, നരസിംഹ ഭക്തരുണ്ടായിരുന്നു, വിഷ്ണു ഭക്തരുണ്ടായിരുന്നു. മഹാപ്രഭു ഒരിക്കലും അവരെ മാറ്റുവാൻ ശ്രമിച്ചിട്ടില്ല. മഹാപ്രഭുവിൻ്റെ പാർഷദരിൽ നോക്കുകയാണെങ്കിൽ, മഹാപ്രഭുവിൻ്റെ പഞ്ചതത്വം തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ അദ്വൈതാചാര്യ മഹാവിഷ്ണുവാണ്. അതേപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും അദ്വൈതാചാര്യയും ഭഗവത് തത്വങ്ങളാണ്. പിന്നെ വരുന്നത് ഗദാധർ പണ്ഡിറ്റാണ്, അത് ശക്തി തത്വം രാധാറാണിയാണ്. പിന്നെ വരുന്ന ഭക്തൻ്റെ ഭാവത്തിൽ ഭക്തനായിട്ടുള്ളത് ശ്രീവാസ് ഠാക്കൂറാണ്. ആ ശ്രീവാസ് ഠാക്കൂർ ശരിക്കും പറയുകയാണെങ്കിൽ നാരായണ ഉപാസനയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവൻ നാരായണനാണ്. അത് നമുക്കറിയാം, അത് ചൈതന്യ ലീലയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ്. പക്ഷേ മഹാപ്രഭു ഒരിക്കലും അതിനെ മാറ്റുവാൻ ശ്രമിച്ചിട്ടില്ല. അതേപോലെ തന്നെ ജീവഗോസ്വാമിയുടെ അച്ഛൻ അനുപം, വല്ലഭ, അനുപം, അങ്ങനെ 2 പേരുണ്ട്. അപ്പോൾ ജീവഗോസ്വാമിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശീലരൂപ ഗോസ്വാമിയുടെയും സനാതൻ ഗോസ്വാമിയുടെയും സഹോദരൻ. അദ്ദേഹം രാമഭക്തനായിരുന്നു. മഹാപ്രഭു അദ്ദേഹത്തെ മാറ്റാൻ നോക്കിയിട്ടില്ല. അതേപോലെ തന്നെ മഹാപ്രഭുവിന് ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും അടുത്ത പാർഷദനുമായിരുന്നു മുരാരി ഗുപ്ത. മഹാപ്രഭുവിൻ്റെ ലീലകൾ മുരാരി കർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് മഹാപ്രഭുവിൻ്റെ ലീലകളെല്ലാം മുരാരി ഗുപ്ത മഹാപ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തും പാർഷദനുമാണ്. അദ്ദേഹം മഹാപ്രഭുവിൻ്റെ ഓരോ ലീലകളും അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ആ ഡയറിയും ശരിക്കും പറയുകയാണെങ്കിൽ മുരാരി ഖർച്ച എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലീലകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ലീലകളൊക്കെ നമ്മൾ പലപ്പോഴും പല അവസരങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതാണ് പറയുന്നത്, മുരാരി ഗുപ്ത വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സുഹൃത്തായിരുന്നു. ശരിക്കും സുഹൃത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്രയും പ്രിയപ്പെട്ട പാർഷദനായിരുന്നു. അദ്ദേഹം രാമഭക്തനായിരുന്നു. അദ്ദേഹം ഹനുമാൻ്റെ അവതാരമാണ്. അപ്പോൾ അദ്ദേഹത്തെയും മാറ്റാൻ നോക്കിയിട്ടില്ല മഹാപ്രഭു. അതാണ് മഹാപ്രഭുവിൻ്റെ പ്രത്യേകത. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അതുകൊണ്ടാണ് വിളിക്കുന്നത് എല്ലാ അവതാരങ്ങളുടെയും പരിപൂർണ സ്വരൂപം എന്ന് പറയുന്നത്. ആ പരിപൂർണ സ്വരൂപം എന്ന് പറയുവാനുള്ള പല കാരണങ്ങളുമുണ്ട്. അതിലെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തിരുന്നു. കാര്യം അദ്ദേഹം പരമദിവ്യ പുരുഷനായതുകൊണ്ട് അങ്ങനെ ആർക്ക് എന്ത് സ്ഥായി ഭാവമാണുള്ളത് അതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും മാറ്റുവാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് മഹാപ്രകാശ ലീല നടക്കുമ്പോൾ, മഹാപ്രകാശ ലീല എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ഭഗവത് ഭാവം അല്ലെങ്കിൽ ഭഗവത് രൂപം, ഭഗവാൻ ആണ് അദ്ദേഹം എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത് ചൈതന്യ ലീലയിൽ ആകെ വളരെ കുറച്ച് അവസരങ്ങളിൽ മാത്രമേ ഉള്ളൂ. ചൈതന്യ മഹാപ്രഭു എപ്പോഴും ഭക്തഭാവത്തിലായിരുന്നു. എന്നാൽ വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഭഗവത് ഭാവം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അതിലെ ഒരു അവസരമാണ് മഹാപ്രകാശ ലീല എന്ന് പറയും. ആ മഹാപ്രകാശ ലീലയിൽ 48 മണിക്കൂറോളം അദ്ദേഹം ഇതേപോലെ ഓരോ ഭഗവാൻ കൃഷ്ണൻ്റെ ഓരോ അവതാരങ്ങളെടുത്ത് അദ്ദേഹം ഡിസ്പ്ലേ ചെയ്യുമായിരുന്നു, കാണിച്ചു കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്തർക്ക്. അപ്പോൾ അദ്ദേഹം ഓരോരുത്തരുടെ ഭാവം അനുസരിച്ചിട്ടായിരുന്നു അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത്. അതായത് ശ്രീവാസ് ഠാക്കൂറിന് വിഷ്ണുവിൻ്റെ രൂപവും അദ്ദേഹം കാണിക്കുന്നു. അതേപോലെ തന്നെ മുരാരി ഗുപ്തയ്ക്ക് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രൂപമാണ് മഹാപ്രഭു കാണിക്കുന്നത്. മഹാപ്രഭു ശ്രീരാമചന്ദ്രനായി മാറുന്നു. അങ്ങനെ അപ്പോൾ അതാണ് മഹാപ്രഭു. അദ്ദേഹം ഒരിക്കലും ആരുടെയും ഒരു വിശ്വാസത്തെ മാറ്റുവാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഇതൊക്കെയാണെങ്കിലും നമുക്ക് ഗൗഡിയ പരമ്പര മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹയ്യസ്റ്റ് എന്ന് പറയുന്നത് മാധുര്യ ഉപാസന. അതിലെ പരക്കിയ ഭാവം അതിൽ വെച്ചിട്ട് എല്ലാം വെച്ച് നോക്കുമ്പോൾ മഞ്ജരി ഉപാസന, അതിനെ പിന്നെ രാധാറാണിയുടെ പാല്യദാസി എന്നുള്ള ഭാവം, ആ ഭാവമാണ് പിന്നീട് അത് ഗൗഡിയ വൈഷ്ണവരുടെ ചൂടാമണിയായിട്ടുള്ള ശ്രീ രൂപ ഗോസ്വാമി ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ അഭിലാഷത്തെ മുന്നോട്ട് പിന്നെ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി അങ്ങനെ ഗൗഡിയ വൈഷ്ണവ പരമ്പരയിലേക്ക് അദ്ദേഹം കൊടുക്കും. ആ പരമ്പരയിൽ അദ്ദേഹമാണ്
അതിനെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ശ്രീ ചൈതന്യ മനോ അഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മനസ്സിലെ ആ ആഗ്രഹം ഭൂതലത്തിൽ സ്ഥാപിച്ചത് ശ്രീല രൂപ ഗോസ്വാമിയാണ്. എന്തായിരുന്നു ആഗ്രഹം? പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഒരാഗ്രഹം, ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ഇതായിരുന്നു. പിന്നെ അത് എന്ത്? മാധുര്യ ഉപാസന പദ്ധതി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കൂട്ടത്തിൽ അതേപോലെ തന്നെ ഈ ലീലാസ്ഥലികൾ പുനരുദ്ധാരണം ചെയ്യണം, ശാസ്ത്രങ്ങൾ എഴുതണം, ഇതൊക്കെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാപ്രഭു. അപ്പോൾ അതും മഹാപ്രഭുവിൻ്റെ ആഗ്രഹമായിരുന്നു. ശ്രീല രൂപ ഗോസ്വാമി അത് ചെയ്തു. അതുകൊണ്ട് ശ്രീല രൂപ ഗോസ്വാമിയാണ് നമ്മുടെ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യൻ. കാര്യം മഹാപ്രഭു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രൂപാനുഗർ എന്നാണ് വിളിക്കുന്നത്. ഗൗഡിയ വൈഷ്ണവരെ വിളിക്കുന്നത് രൂപ അനുഗർ. അനുഗത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളോ ചെയ്യുന്നവർ. ആരെ ഫോളോ ചെയ്യുന്നവർ? ശ്രീല രൂപ ഗോസ്വാമിയെ. ശ്രീല രൂപ ഗോസ്വാമിയാണ് നമ്മുടെ പരംഗുരുവാണ് അദ്ദേഹം, എല്ലാവരുടെയും. അദ്ദേഹം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗഡിയ ആചാര്യനാണ്. അദ്ദേഹത്തിലൂടെയാണ് പിന്നീട് ഇത് ശരിക്കും ശാസ്ത്ര മുഖേന അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നത്. ശ്രീല രൂപ ഗോസ്വാമിയും മറ്റുള്ള ഗോസ്വാമിമാരൊക്കെ ഒരേപോലെ ഒരേ സമയത്ത് ഉണ്ടായിരുന്നതാണ്. അവർക്ക് എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. എന്നാൽ അവരിലും വെച്ചിട്ട് ശ്രീല രൂപ ഗോസ്വാമിക്കാണ് ആ ഒരു സ്ഥാനം ഉള്ളത്. അതായത് ആ ഒരു റാങ്കിങ് നോക്കുമ്പോൾ ശ്രീല രൂപ ഗോസ്വാമിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആധ്യാത്മിക ലോകത്തിൽ ഗോലോക വൃന്ദാവനത്തിൽ രൂപ ഗോസ്വാമിയുടെ സ്ഥാനമാണ് വലുത്. എല്ലാ മഞ്ജരിമാരിലും വെച്ച് രൂപമഞ്ജരിയാണ് ശ്രീമതി രാധാറാണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ജരി സഖി. അപ്പോൾ ആ മഞ്ജരി സഖിയുടെ കീഴിലാണ് മറ്റുള്ളവരെല്ലാവരും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥാനം എപ്പോഴും ഉണ്ട്. ഓക്കെ, അടുത്ത ശ്ലോകം. യദോത്തരം അസോ സ്വാദ വിശേഷോല്ലാസമയപി രതിർ വാസനയാ സ്വാദ്വി ഭാസത്തെ കാപി കസ്യചിത്. വായിക്കൂ. ഹരേ കൃഷ്ണ. യദോത്തരമസൗ സ്വാദവിശേഷോല്ലാസമയപി രതിർവാസനയാ സ്വാതി ഭാസതേ കാപി കസ്യചിത്. വർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വ്യത്യസ്ത രസങ്ങളിലുള്ള പ്രേമം ഒന്നിനും ഇതേ മറ്റൊന്നായി വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുന്നു. എന്നാൽ പടിപടിയായി മുന്നേറുന്ന ആഗ്രഹത്തിന്റെ ഉത്കൃഷ്ടമായ രസാനുഭവം യുഗള പ്രേമത്തിൽ ഔന്നത്യം പ്രാപിക്കുന്നു. ഭാവാർത്ഥം. ശ്രീല രൂപ ഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിൽ 2:5:38 നിന്നുള്ള ഒരു ശ്ലോകമാണിത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ശ്ലോകത്തിലും കഴിഞ്ഞ ശ്ലോകത്തിലും ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശൃംഗാരരസം അല്ലെങ്കിൽ മാധുര്യ രസത്തിന് ഒരു സ്ഥാനം കൂടുതൽ തന്നെയാണ് മറ്റുള്ള രസങ്ങളെ വെച്ച് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 44-ാമത്തെ ശ്ലോകത്തിൽ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അദ്ദേഹം ബംഗാളി ശബ്ദം ഉപയോഗിച്ച് അദ്ദേഹം ഒരു ശ്ലോകം തന്നു നമുക്ക്. ശൃംഗാരരസമാണ് ആ സ്ഥാനം നോക്കുമ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ളതെന്ന് പറയുന്നു. അതിന് പ്രമാണമായിട്ട് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ശ്രീല രൂപ ഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നുള്ള ഈ ശ്ലോകം, സംസ്കൃത ശ്ലോകം, ഇവിടെ റെഫറൻസിന് വേണ്ടി നമുക്ക് കോട്ട് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ പറയുന്നു ശൃംഗാരരസമാണ് അല്ലെങ്കിൽ മാധുര്യരസത്തിനാണ് സുപ്പീരിയോറിറ്റി ഉള്ളത് ഈ കൂട്ടത്തിൽ എന്നുള്ളത്. അപ്പോൾ അതാണ് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയാണ് ശാസ്ത്ര പ്രമാണം വെച്ച്. ശ്രീല രൂപ ഗോസ്വാമിയുടെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു. ഇതാണ് ചൈതന്യ ചരിതാമൃതത്തിൻ്റെ ബ്യൂട്ടി. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയെ അദ്ദേഹത്തെ പോലെ ഒരു വേറെ ആചാര്യനില്ല. സംസ്കൃത ശ്ലോകങ്ങളാണെങ്കിലും ബംഗാളി ശ്ലോകങ്ങളാണെങ്കിലും അദ്ദേഹം പറയുന്ന ബംഗാളി ശ്ലോകങ്ങളെ എല്ലാം തന്നെ അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സംസ്കൃത ശ്ലോകങ്ങൾ എല്ലാ
പല പുരാണങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും ഭഗവത്ഗീത ഭാഗവതം പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹം റെഫർ ചെയ്ത് അതെല്ലാം ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന കാര്യത്തെ അതാണ് നമ്മുടെ ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അതേവ മധുരരസ കഹിതരനാം സ്വകീയ പരകീയ ഭാവേ ദ്വിവിധ സംസ്ഥാന. യെസ്, ഹരേ കൃഷ്ണ. അധയേവ മധുരരസ കഹിതരനാമ സ്വകീയ പരകീയ ഭാവേ ദ്വിവിധ സംസ്ഥാന. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. അതുകൊണ്ട് ഞാൻ അതിനെ മധുരരസം എന്ന് വിളിക്കുന്നു. ഇതിനെ സ്വകീയ പരകീയ അഥവാ വിവാഹിതവും അവിവാഹിതവുമായ സ്നേഹം എന്ന 2 വിഭാഗങ്ങളുണ്ട്. ഹരേ കൃഷ്ണ. ഇവിടെ മാധുര്യരസത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നു. ഒന്ന് മാധുര്യരസത്തിൽ വരുന്നത് സ്വകീയ രസം, 2 പരകീയ രസം. ഇപ്പോൾ സ്വകീയ രസം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വിവാഹം ചെയ്തിട്ടുള്ള ആ ഒരു ഭാവം, വിവാഹം ഭർത്താവ് ഭാര്യ എന്നുള്ള ആ ഒരു ഭാവത്തെ സ്വകീയം എന്ന് പറയുന്നു. പരകീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ എന്നുള്ളതാണ്. സ്വകീയം എന്ന് പറഞ്ഞാൽ സ്വന്തം, പരകീയം എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ. എന്നാൽ ഇതാണ് 2 ഡിവിഷൻസ്. ഇനി ഇതിൽ ഏതാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. പരകീയ ഭാവേ അതി രസേര ഉല്ലാസ് വ്രജവിന ഇഹര അന്യത്ര നഹി വാസ്. പരകീയ ഭാവേ അതി രസേര ഉല്ലാസ് വ്രജവിന ഇഹർ അന്യത്ര നഹി വാസ്. യെസ്, ഹരേ കൃഷ്ണ. പരകീയ ഭാവേ അതി രസേന ഉല്ലാസ വ്രജവീന ഇഹാര അന്യത്ര നഹി വാസ. വിവർത്തനം by his divine grace അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പരകീയ ഭാവത്തിൽ ഉല്ലാസം അതീവ വർദ്ധമാനമാകുന്നു. അത്തരം പ്രേമം വ്രജത്തിൽ ഒഴികെ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ സ്വകീയ ഭാവം, പരകീയ ഭാവം, അതിൽ വെച്ച് പരകീയ ഭാവമാണ് അതിനുള്ള സ്ഥാനമാണ് കൂടുതലുള്ളത്. എന്നാൽ ഈ പരകീയ ഭാവം എവിടെ മാത്രമേ കാണുള്ളൂ? വ്രജവിന ഇഹാര അന്യത്ര നഹിവാസ്. ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, വ്രജവിന, വ്രജ എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിലല്ലാതെ ഇഹാര അന്യത്ര നഹിവാസ്, വേറെ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കില്ല. ഏത് രസം? പരകീയ രസം. അതാണ് പരകീയ രസത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ പരകീയ രസത്തിലും അത് ഗോപികമാരുടെ ഭാവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഗോപികമാരുടെ ഭാവം, അതിൽ വെച്ച് ഗോപിക ചൂടാമണി ശ്രീമതി രാധാറാണിയുടെ ഭാവം, ഇതിനെ മറികടക്കുന്ന ഒന്നും തന്നെയില്ല. അപ്പോൾ ഇതാണ് ഹയ്യസ്റ്റ്, അതാണ് പറയുന്നത് ഇവിടെ. വ്രജ വധു ഗണേരായേ ഭാവ നിരവധി താരമധ്യേ ശ്രീ രാധായ ഭാവേര അവധി. വ്രജ വധു ഗണേരായേ ഭാവ നിരവധി താരമധ്യേ ശ്രീ രാധായ ഭാവേര അവധി. ഹരേ കൃഷ്ണ. വ്രജവധു ഗണേര ഏയി ഭവ നിരവധി താരമധ്യേ ശ്രീരാധായ ഭാവേരെ അവധി. ശ്രീല പ്രഭുപാദ് കി ജയ്. വ്രജതരുണിമാരിൽ ഈ ഭാവം സീമാതീതമാണ്. എന്നാൽ ശ്രീമതി രാധാറാണിയിൽ ഇത് ഏറ്റവും പരിപൂർണമായി കാണുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ പരകീയ രസത്തിൽ വെച്ച് വൃന്ദാവനത്തിലെ വ്രജവധു ഗണേര എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിലെ ഗോപികമാർ. അപ്പോൾ പരകീയ രസത്തിലെ ഗോപികമാർക്കുള്ള ഭാവമാണ് ഏറ്റവും, അതായത് അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. എന്നാൽ അതിൽ വെച്ച് താരമധ്യ ശ്രീ രാധായ ഭാവേര അവധി. എന്നാൽ ആ ഗോപികമാരിലൂടെ ഭാവങ്ങളിൽ വെച്ച് താരമധ്യ എന്ന് പറഞ്ഞാൽ അതിൽ വെച്ച് ഏറ്റവും സ്ഥാനം കൂടുതൽ ശ്രീ രാധാറാണിയുടെ ഭാവത്തിനാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീമതി രാധാറാണി ഗോപിക ചൂടാമണി എന്ന് വിളിക്കുന്നത്. ഗോപികമാരുടെ ചൂടാമണിയാണ് ശ്രീമതി രാധാറാണി, അതിനപ്പുറത്ത് വേറെ ആരുമില്ല. പ്രൗഢ നിർമ്മല ഭാവ പ്രേമ സർവോത്തമ കൃഷ്ണേര മാധുര്യ രസ ആസ്വാദകരണ.
പ്രൗഢ നിർമ്മല ഭാവ പ്രേമ സർവോത്തമ കൃഷ്ണേര മാധുര്യ രസ ആസ്വാദ കാരണ. യെസ്. കൃഷ്ണ. പ്രൗഢ നിർമ്മല ഭാവ പ്രേമ സർവോത്തമ കൃഷ്ണേര മാധുര്യ രസ ആസ്വാദ കാരണ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. അവളുടെ പരിശുദ്ധവും പക്വവുമായ പ്രേമം മറ്റുള്ളവരുടേതിനെ കവച്ചു വെക്കുന്നു. കൃഷ്ണ ഭഗവാൻ യുഗള പ്രേമബന്ധത്തിന്റെ മാധുര്യരസം രുചിക്കുവാനുള്ള കാരണം രാധാപ്രേമമാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ശ്രീമതി രാധാറാണിയുടെ പ്രേമത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീമതി രാധാറാണിക്കുള്ള ആ കൃഷ്ണപ്രേമത്തിൻ്റെ അടുത്ത് വേറെ ആർക്കും ഇല്ല. അത് ആ ഒരു ഭാവമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ആസ്വദിക്കാൻ ശ്രമിക്കുന്നത് രാധാഭാവത്തിൽ വന്നിട്ട്. കാര്യം കൃഷ്ണനെ അറിയില്ല. കൃഷ്ണനെ എത്രമാത്രം രാധാറാണിക്ക് സ്നേഹമുണ്ട് എന്നുള്ളതൊന്നും കൃഷ്ണന് മനസ്സിലാവുന്നില്ല. ഒരുപാട് സ്നേഹമുണ്ടെന്ന് അറിയാം, പക്ഷേ ആ സമയം സ്നേഹിക്കുമ്പോൾ രാധാറാണിയുടെ ഹൃദയത്തിൽ എന്ത് ഭാവമാണുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. പരമാത്മാവായിട്ട് അദ്ദേഹം ഉണ്ട് എന്നുള്ള ചർച്ചയൊന്നും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിച്ചു കഴിഞ്ഞാലും ഒന്നാമത് പരമാത്മാ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആധ്യാത്മിക ലോകത്തിൽ പരമാത്മാവും ശരീരവും തമ്മിൽ വ്യത്യാസമില്ല. ആ വ്യക്തി തന്നെയാണ് പരമാത്മാവ്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ വിഷ്ണു അല്ലെങ്കിൽ ഭഗവാൻ പരമാത്മാവായിട്ട് ഇരിക്കുന്നു. ഭൗതിക ശരീരം നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ശരീരം നശിച്ചു പോകുന്നതാണ്. ഇവിടെ പരമാത്മാവുള്ള പോലെയല്ല. അവിടെ പരമാത്മാവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ അത് ആ വ്യക്തി തന്നെയാണ് പരമാത്മാവ്. എന്നാൽ രാധാറാണിയുടെ പ്രത്യേകത എന്താണ്? രാധാറാണിയും കൃഷ്ണനും വ്യത്യാസമില്ല. ശരിക്കും രാധാറാണി കൃഷ്ണൻ തന്നെ ഈ രസങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ തന്നെയാണ് രാധയായിട്ട് വരുന്നത്. ശരിക്കും ആ ഭാവമാണ്. എന്നിട്ടാണ് അതായത് അവർ രാധാകൃഷ്ണ ഏക ആത്മാ ദൂഹി ദേഹധാരി. ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്, രാധാകൃഷ്ണ ദൂഹി ആത്മാ, രണ്ട് വ്യക്തികളാണ്, രണ്ടുപേരാണ്. എന്നാൽ ദൂഹി അല്ല ഏകാത്മ, രാധാകൃഷ്ണ ഏകാത്മ, രണ്ടുപേരും ഒന്നാണ്. എന്നാൽ ദൂഹി ദേഹധാരി, അന്യോന്യ വിലാസക്കോരി ആസ്വാദനക്കരി. അതായത് വിലാസങ്ങൾ, ലീലകൾ ആസ്വദിക്കുന്നതിന് വേണ്ടി രണ്ടാവുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എന്നാലും അങ്ങനെ കൃഷ്ണൻ്റെ കാര്യങ്ങൾ, ഭഗവാൻ കൃഷ്ണൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അതായത് അദ്ദേഹമാണ് പരമദിവ്യത്വം പുരുഷൻ എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു ഭാവം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആ കറക്റ്റായിട്ടുള്ള അതിൻ്റെ റോൾ അദ്ദേഹം എടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് വാത്സല്യരസത്തിൽ അദ്ദേഹം ദാമോദരനായിട്ട് വന്ന സമയത്ത് ദാമോദരനെ അമ്മ വടിയെടുത്ത് അടിക്കുന്നു, കെട്ടിയിടുന്നു. ദാമോദരൻ ഒരിക്കലും ചിന്തിക്കുന്നില്ലേ ഞാൻ പരമദിവ്യത്വം പുരുഷനാണ്, ഇതൊക്കെ കളിയാണ്, ഇതൊക്കെ ഡ്രാമയാണ്, അമ്മ അടിച്ചോളൂ, എനിക്കൊന്നും തോന്നില്ല, എനിക്ക് വിഷമമൊന്നുമില്ലേ, കെട്ടിയിട്ടുള്ളൂ എന്നുള്ള ഭാവമല്ല. കാര്യം ഭഗവാൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ ആന്തരിക ശക്തി ഉപയോഗിച്ചിട്ട് അതെല്ലാം ലീലകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭഗവത് ഭാവമൊക്കെ മാറ്റുവാണ്, അവിടുന്ന് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഭഗവാനാണോ എന്നുള്ളത്. കാര്യം എന്നാലേ അത് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ആസ്വദിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് ഉള്ളിൽ തോന്നും ഇതൊക്കെ എനിക്കറിയാം എന്ന് തോന്നും. പക്ഷെ അങ്ങനൊരു ഫീലിങ്ങേ അല്ല. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ഭഗവാന്റെ ലീലകളൊക്കെ അദ്ദേഹം ആസ്വദിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, നമുക്ക് ഇവിടെ ഭൗതിക ലോകത്തിൽ അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ 5000 വർഷം മുമ്പ് വന്ന സമയത്തും അദ്ദേഹം ചെയ്തിട്ടുള്ള ലീലകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ഒരു മനുഷ്യനെ പോലെ അദ്ദേഹം പെരുമാറിയിരുന്നു ആൾക്കാരുടെ ഇടയിൽ അല്ലേ. പക്ഷെ അദ്ദേഹം ഭഗവാനായിരുന്നു, പരമദിവ്യോത്തമ പുരുഷനാണ്. പക്ഷെ എന്നാലും സാധാരണ ഒരു വ്യക്തിയെ പോലെ അദ്ദേഹവും എന്താ പറയുക, കുരുക്ഷേത്ര യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും കരയുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിനും വിഷമമുണ്ടായിരുന്നു. അദ്ദേഹം സാധാരണ ഫീലിങ്സ് എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഫീലിങ്സ് എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അദ്ദേഹം ഡ്രാമ കാണിക്കുകയാണ്? അവിടെ അല്ല, ഡ്രാമയല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ആന്തരിക ശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തെ ലീലകയുടെ ഭാഗമാകുമ്പോൾ അദ്ദേഹം അതനുസരിച്ചിട്ട് ആ കറക്റ്റായിട്ടുള്ള റോൾ എടുത്ത് അദ്ദേഹം ചെയ്യുന്നു. അതാണ്. ഇപ്പോൾ രാധാഭാവം കൃഷ്ണൻ അതുകൊണ്ട് അറിയില്ല എന്താണെന്നുള്ളത്. അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് രാധാഭാവത്തിൽ മഹാപ്രഭുവായിട്ട്
വരുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം മനസ്സിലാവുന്നത്, ഓ ഇതാണ് രാധ. അതുകൊണ്ടാണ് മഹാപ്രഭുവിൻ്റെ അന്ത്യലീലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മഹാപ്രഭു ആ ഉന്മാദത്തിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്നും അതായത് അദ്ദേഹം ഇവിടെ ഭൗതിക ലോകത്തിലെ ഒരു ഭാവത്തിലേ അല്ല അദ്ദേഹം, പൂർണ്ണമായിട്ടും അതീന്ദ്രിയ തലത്തിലാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ പേര് കേൾക്കുമ്പോൾ, നാമം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കൃഷ്ണനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ആ ഒരു അഷ്ടസാത്വിക വികാരത്തിലേക്ക് അദ്ദേഹം പോകുമായിരുന്നു. അതായിരുന്നു ലെവൽ. അപ്പോൾ അത് രാധാറാണിയുടെ ഭാവമാണ്. അത് ഭഗവാൻ കൃഷ്ണൻ ആസ്വദിക്കുകയാണ്. രാധാഭാവം മഹാപ്രഭുവിൻ്റെ മഹാപ്രഭുവായിട്ട് വരുമ്പോൾ അത് അദ്ദേഹം ആസ്വദിച്ചു. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമായിരുന്നു അത്. അത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം മഹാപ്രഭുവായിട്ട് വരുവാണ് ചെയ്യുന്നത്. അത്തേവാസൈ ഭാവ അംഗീകാര കരി സാധിലേന നിജ വാഞ്ച ഗൗരംഗ ശ്രീഹരി. അതാണ് അത ഏവ സൈ ഭാവ അംഗീകാര കരി സാധിലേന നിജ വാഞ്ച ഗൗരംഗ ശ്രീഹരി. യെസ്. ഹരേ കൃഷ്ണ. അധയേവ സൈ ഭാവ അംഗീകാര കരി സാധിലേന നിജ വാഞ്ച ഗൗരംഗ ശ്രീഹരി. വിവർത്തനമേരെ ഭാവാർത്ഥ ശ്രീല പ്രഭുപാദിക്ക് ജയ്. അതുകൊണ്ട് ശ്രീഹരി തന്നെയായ ഗൗരാംഗ മഹാപ്രഭു രാധയുടെ വികാരങ്ങൾ സ്വീകരിക്കുകയും അപ്രകാരം തന്നെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. പ്രേമസേവനത്തിന്റെ 4 തരത്തിലുള്ള പരസ്പര വിനിമയത്തിൽ ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം ഏറ്റവും പൂർണ്ണതയുള്ളതായി കരുതപ്പെടുന്നു. യുഗളപ്രേമത്തെ പിന്നെയും സ്വകീയമെന്നും പരകീയമെന്നും 2ആയി വിഭജിച്ചിരിക്കുന്നു. യഥാവിധി വിവാഹം ചെയ്ത ഭർത്താവെന്ന നിലയിൽ കൃഷ്ണനുമായുള്ള ബന്ധമാണ് സ്വകീയം. മുഖനെന്ന നിലയിൽ കൃഷ്ണനുമായുള്ള ബന്ധമാണ് പരകീയം. പരകീയ രസത്തിലുള്ള അതീന്ദ്രിയ ഹർഷം കൂടുതൽ ഉല്ലാസഭരിതമാകയാൽ അതാണ് ഉത്തമമെന്ന് നിപുണരായ വിശകലന വിദഗ്ധർ തീരുമാനിച്ചു. ഒരു ജാരനുമായുള്ള അത്തരം അവിഹിത പ്രേമം സാധാരണഗതിയിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയില്ലെന്ന് നന്നെ അറിഞ്ഞുകൊണ്ടും ഭഗവാനോടുള്ള തീവ്രമായ പ്രേമത്തിൽ അവിടുന്നിനെ ആത്മസമർപ്പണം ചെയ്യുന്നവരിൽ മാത്രമേ യുഗള പ്രേമബന്ധത്തിന്റെ ഈ ഘട്ടം കാണാൻ കഴിയുകയുള്ളൂ. അത്തരം ഭഗവത് പ്രേമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സാഹസികതകൾ ഈ മനോവികാരത്തെ സാഹസികതകളില്ലാത്ത ബന്ധത്തേക്കാൾ ഉത്കൃഷ്ടമാക്കുന്നു. അത്തരം പ്രേമസാഹസം അതീന്ദ്രിയ സാമ്രാജ്യത്തിനു മാത്രം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭഗവാന്റെ സ്വകീയവും പരകീയവുമായ യുഗള പ്രേമത്തിന് ഭൗതിക ലോകത്തിൽ അസ്തിത്വമില്ല. പരകീയം ബ്രജമെന്ന് അറിയപ്പെടുന്ന ഗോലോക വൃന്ദാവനത്തിന്റെ ഭാഗത്തൊഴികെ വൈകുണ്ഠത്തിൽ പോലും പ്രകടമാവുകയുമില്ല. കൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തിലെ ശാശ്വതനായ ആസ്വാദകനാണെന്നും ചിലപ്പോൾ മാത്രം പരകീയരസം ആസ്വദിക്കുന്നതിന് വ്രജത്തലത്തിലേക്ക് വരുന്നുവെന്നും ചില ഭക്തന്മാർ ചിന്തിക്കുന്നു. എന്നാൽ കൃഷ്ണന്റെ വ്രജലീലകൾ അവിടുത്തെ ഗോലോക വൃന്ദാവനത്തിലെ മറ്റു ലീലകൾ പോലെ തന്നെ ശാശ്വതമാണെന്ന് വൃന്ദാവനത്തിലെ 6 ഗോസ്വാമിമാർ വിവരിച്ചിട്ടുണ്ട്. ഗോലോക വൃന്ദാവനത്തിലെ ഒരു രഹസ്യ ഭാഗമാണ് പരകീയരസത്തിന് സദാ അസ്തിത്വമുള്ള വ്രജം. കൃഷ്ണൻ ഈ ലോകത്തെ തന്റെ വ്രജലീലകൾ പ്രദർശിപ്പിച്ചിരുന്നു. അതേ ലീലകൾ ഗോലോക വൃന്ദാവനത്തിലെ വ്രജമണ്ഡലത്തിൽ സദാ പ്രകാശിതമാണ്. അവിടെ പരകീയരസം നിത്യമായി നിലനിൽക്കുന്നു. കൃഷ്ണൻ വൈവസ്വത മനുവിന്റെ 28ാമത് ചതുർയുഗത്തിലെ ദ്വാപര യുഗാന്ത്യത്തിൽ അവതരിക്കുന്നുവെന്നും അവിടുന്നിന്റെ അഭ്യുന്നത ലീലകളുടെ ശാശ്വത ധാമമായ വ്രജധാമവും അവിടുന്ന് കൂടെ കൊണ്ടുവരുന്നുവെന്നും ഈ ഗ്രന്ഥത്തിൽ 3-ാം അധ്യായത്തിൽ ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി സ്പഷ്ടമായി അംഗീകരിച്ചിരിക്കുന്നു. ഭഗവാൻ സ്വന്തം ആന്തരിക ശക്തിയാൽ അവതരിക്കുന്നത് പോലെ ബാഹ്യമായ യാതൊരു സഹായവുമില്ലാതെ അതേ ആന്തരിക ശക്തിയാൽ അവിടുന്നിന്റെ അനുസാരികളെയും കൂടെ കൊണ്ടുപോകുന്നു. പരകീയ മനോഭാവം ആ അതീന്ദ്രിയ സാമ്രാജ്യത്തിലല്ലാതെ മറ്റൊരിടത്തുമില്ലെന്ന് ഇവിടെ പിന്നെയും പ്രസ്താവിച്ചിരിക്കുന്നു. ഈ ഹർഷോന്മാദത്തിന്റെ പാരമ്യത അതീന്ദ്രിയ ലോകത്തിന്റെ ഏറ്റവും ഗോപ്യമായ ഭാഗത്തെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യത്താൽ നമുക്ക് ആ അദൃശ്യ വ്രജത്തിലേക്ക് ഒരെത്തിനോട്ടം സാധ്യമാണ്. വ്രജത്തിലെ ഗോപികമാർ ആസ്വദിച്ച
അതീന്ദ്രിയ രസം ശ്രീമതി രാധാറാണിയിൽ അത്യുത്കൃഷ്ടമായി ലക്ഷണീഭവിച്ചിട്ടുണ്ട്. ആരുടെ വൈകാരിക മനോഭാവങ്ങൾ ഭഗവാന് പോലും ദുർഗ്രാഹ്യമാണോ ആ ശ്രീമതി രാധാറാണിയിൽ യുഗള പ്രേമത്തിലെ അതീന്ദ്രിയ രസത്തിന്റെ പക്വമായ ആത്മീകരണം ദൃശ്യമാണ്. രാധാറാണിയുടെ പ്രേമസേവനം ആനന്ദ പാരവശ്യത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. പരമമായ ഈ അതീന്ദ്രിയ രസത്തിലൂടെ ഭഗവാന്റെ ഗുണങ്ങൾ ആസ്വദിക്കുന്നതിൽ ശ്രീമതി രാധാറാണിയെ അതിക്രമിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഗൗരാംഗ മഹാപ്രഭുവിന്റെ രൂപത്തിൽ രാധാറാണിയുടെ സ്ഥാനം സ്വീകരിക്കാമെന്ന് ഭഗവാൻ സ്വയം സമ്മതിച്ചു. പിന്നീട് അവിടുന്ന് വ്രജനാമത്തിൽ പ്രദർശിപ്പിച്ചതുപോലുള്ള ഉത്തമമായ പരകീയരസം ആസ്വദിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, അങ്ങനെ ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ മഹാപ്രഭു ആയിട്ട് വരുന്നു. രാധാഭാവത്തിൽ, രാധാറാണിയുടെ ഭാവത്തിൽ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അദ്ദേഹം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. എന്തായിരുന്നു ആഗ്രഹം? എന്താണ് കൃഷ്ണപ്രേമം? അല്ലെങ്കിൽ രാധാറാണിയുടെ ഭാവത്തിൽ ഇരുന്നു കൊണ്ട് ആ പ്രേമം എന്താണെന്ന് ആസ്വദിക്കണമായിരുന്നു. രാധാറാണിയുടെ ഭാവം എന്താണെന്ന് ആസ്വദിക്കണമായിരുന്നു, അത് അറിയണമായിരുന്നു. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്തുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഗോപി ഗീതം പാടിയതിന് ശേഷം ഗോപികമാരോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾക്ക് എന്ത് തിരിച്ചു തരണമെന്ന് എനിക്കറിയില്ല. ബ്രഹ്മാവിൻ്റെ ആയസ് എത്ര ബ്രഹ്മാവിൻ്റെ ആയസ് വരെ എടുത്താലും എന്നാലും എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു തരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ഈ അഹൈതുകമായിട്ടുള്ള ഈ ഒരു സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റുപോകുന്നു എന്ന് ഭഗവാൻ പറയുകയാണ്. ആ ഗോപികന്മാരിൽ വെച്ച് ചൂടാമണിയാണ് ശ്രീമതി രാധ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന് ഒന്നും മനസ്സിലാവുന്നേ ഇല്ല ഇവരുടെ ഭാവം. എല്ലാം അദ്ദേഹത്തിന് അചിന്ത്യമായിട്ട് തോന്നുവാണ് ഇതെന്താണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അചിന്ത്യനാണ് ഭഗവാൻ. നമുക്ക് ഭഗവാനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ കാര്യങ്ങളെല്ലാം അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങളെല്ലാം അചിന്ത്യമാണ് നമുക്ക്. പക്ഷേ ആ ഭഗവാന് പോലും അചിന്യമാവുന്ന അത്രയും ഹയ്യസ്റ്റാണ് ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ ഭാവം. അപ്പോൾ ഭഗവാൻ പോലും ചിന്തിക്കുകയാണ് ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എന്താണ് സംഭവമെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ആ ഭാവത്തിൽ വരുന്നു, അല്ലേ? നമ്മളെപ്പോഴും പറയുന്ന ഉദാഹരണം പോലെ ഒരു ശർക്കര കഷ്ണം, വെല്ലം ശർക്കര കഷ്ണത്തിൽ ഉറുമ്പ് വന്ന് അത് കഴിക്കുന്ന പോലെ ഉറുമ്പിങ്ങനെ ആസ്വദിക്കും. പക്ഷേ ശർക്കര കഷ്ണം ചിന്തിക്കുകയാണ് എന്താണ് ഇത്രയും മാധുര്യമുള്ളത് എനിക്ക് എന്ന്. അത് ശർക്കര കഷ്ണം ചിന്തിക്കുന്നു. പക്ഷേ എന്നിട്ട് അതേപോലെ തന്നെ ചിന്തിക്കുന്നു, ഞാൻ ഉറുമ്പായി മാറിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇതിന് എത്ര എനിക്ക് തന്നെ എത്ര മാധുര്യം, അല്ലെങ്കിൽ എനിക്ക് തന്നെ എത്ര സ്വീറ്റ്നെസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഉറുമ്പായി മാറണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതേപോലെ ഭഗവാൻ ആലോചിക്കണം, എനിക്ക് എന്നിലുള്ള ഇത്രയും സ്വീറ്റ്നെസ് ഉണ്ടെങ്കിൽ, അത് രാധാറാണി ഇത്രയും ആകർഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. അതെനിക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ രാധയാവണം, രാധയുടെ ഭാവത്തിലാവണം. അങ്ങനെ 2-3 റീസൺസ് നമ്മൾ ഓൾറെഡി കണ്ടു, അല്ലേ? രാധാറാണിയുടെ ഇനിയും വരും, അത് റിപ്പീറ്റ് ചെയ്യും, നമ്മളത് കാണും. രാധാറാണിയുടെ ഭാവം മനസ്സിലാക്കുക എന്നുള്ളത് ഒരു റീസണാണ്, ആന്തരിക കാരണമാണ്. നമ്മളതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ 5 രസങ്ങളെക്കുറിച്ച് 4 രസങ്ങളെക്കുറിച്ച് പറയുന്നു. ദാസ്യ, സഖ്യ, വാത്സല്യം, മാധുര്യ. അതിൽ വെച്ച് മാധുര്യ രസത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം മാധുര്യരസത്തിൽ പരകീയരസവും സ്വകീയരസവും ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇവിടെ നമ്മൾ കാണുന്ന ഭൗതിക ലോകത്തിൽ ഈവൻ സ്വകീയരസവും ഇല്ല, പരകീയരസവും ഇല്ല, രണ്ടുമില്ല എന്നാണ് പറയുന്നത്. കാര്യം അതീന്ദ്രിയ തലത്തിലുള്ളതാണത്. ഇത് സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള തലതിരിഞ്ഞിട്ടുള്ള സ്നേഹമല്ല, ഇവിടെയുള്ളത് സ്നേഹമല്ലല്ലോ. ഈവൻ സ്വകീയ രസത്തിലും, സ്വകീയ എന്ന് പറയുന്ന സോക്കോൾഡ് സ്വകീയ, ശരിക്കുള്ള സ്വകീയല്ല, ശരിക്കുള്ള സ്വകീയ രസം അവിടെ മാത്രമേ ഉള്ളൂ, ഗോലോക വൃന്ദാവനത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിൽ. ഗോലോക വൃന്ദാവനം അല്ല, വൈകുണ്ഠത്തിൽ സ്വകീയുണ്ട്. പരകീയ വരുന്ന ഗോലോക വൃന്ദാവനത്തിൽ മാത്രമുള്ളതാണ്, വേറെ എവിടെയുമില്ല പരകീയ രസം. അപ്പോൾ ഇത് ആധ്യാത്മിക ലോകത്തിലാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള
ആ ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയിൽ ഇത് ഈ രസങ്ങളുള്ളത്. എന്നാൽ ഇവിടെയുള്ളത് തലതിരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ളത് ഏത് ശരി, എന്താണ് ഇതിലെ പരകീയത്തെ നമ്മൾ ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ വലിയൊരു തെറ്റായി മാറുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ചിന്തയിലുള്ളതല്ല, നമുക്ക് അചിന്ത്യമായിട്ടുള്ള കാര്യമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ സ്വകീയ രസം, ഇവിടുത്തെ സ്വകീയം എന്ന് പറയുന്ന ആ ഒരു ഭാവം തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ അതിലും സ്വാർത്ഥത കലർന്നതാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ ശരിക്കും സ്വകീയം എന്ന് വിളിക്കാൻ തന്നെ പറ്റില്ല അല്ലേ. സ്വാർത്ഥതയാണ് എല്ലാ റിലേഷനിലും ഉള്ളത്. എൻ്റെ സുഖം മാത്രം. അതിൽ ആരെങ്കിലും തടസ്സം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതോടുകൂടി കഴിയുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ റിലേഷനും ഇത്രയേ ഉള്ളൂ. എല്ലാം സ്വാർത്ഥതയുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന് ചുറ്റും കറങ്ങുന്ന റിലേഷനല്ല. നമ്മളെപ്പോഴും പറയും ഭഗവാനെ നടുക്ക് നിർത്തിയിട്ട് വേണം എല്ലാം ചെയ്യുവാൻ. അപ്പോൾ ഭഗവാനാണ് സെൻറ്ററിലുള്ള പോയിൻ്റ്, കേന്ദ്രബിന്ദു. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ഭഗവാനല്ല, നമ്മുടെ സ്വാർത്ഥതയാണ്. എല്ലാം അതിനെ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വാർത്ഥതയുടെ ഭാഗമാണ് എന്താ പറയുക, മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്നുള്ള ഭാവം വരുന്നത്, എൻ്റെ ഞാൻ എന്ന് പറയുന്ന ഭാവം അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ അതിന് ചുറ്റുമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ റിലേഷൻസും, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അവരിൽ നിന്ന് മുഖം തിരിക്കുന്നു. അവരിൽ നിന്ന് നമ്മുടെ ശത്രുവാകും. വ്യക്തികളാണെങ്കിൽ ശത്രുവായി മാറുന്നു. സാഹചര്യങ്ങളാണെങ്കിൽ നമ്മൾ കുറേ ആ സാഹചര്യത്തെ പ്രാകുന്നു, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ പഴി പറയുന്നു. ഇത് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു, എന്തുകൊണ്ട് കൃഷ്ണ നീ കാണുന്നില്ലേ, എന്തുകൊണ്ട്. ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ ഇവിടുത്തെ. എന്നാൽ ശരിയായിട്ടുള്ള ഈ ഭാവങ്ങളൊക്കെ, സ്വകീയ പരകീയ ഭാവങ്ങളൊക്കെ ആധ്യാത്മിക ലോകത്തിൽ മാത്രം കാണുന്നതാണ്. അതിൽ പ്രത്യേകിച്ചും പരകീയ രസം ശ്രീ ഗോലോക വൃന്ദാവനത്തിൽ മാത്രം ഉള്ളതാണ്. ഇതാണ് പറയുന്നത്. എന്നാൽ ഈ പരകീയ രസം ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകടമല്ല. എന്നാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു, ഭഗവാൻ കൃഷ്ണൻ അവതാരമെടുത്തു വന്നു, മഹാപ്രഭു അവതാരമെടുത്തു വന്നു. ആ സമയത്ത് ഈ പരകീയ രസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പരകീയ രസം ഇവിടെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലല്ല. ഭഗവാന്റെ മഹാകാരുണ്യം ഉള്ളവർക്ക് അത് ആസ്വദിക്കാൻ സാധിക്കും, ഇല്ലാത്തവർക്ക് അത് കാണുവാനും മനസ്സിലാക്കുവാനും ഒന്നും തന്നെ സാധിക്കില്ല. അപ്പോൾ കാര്യം ഇതെല്ലാം ഹൈ ലെവൽ കാര്യങ്ങളാണ്. ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഒന്നും നടക്കില്ല. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. എന്നിട്ട് ശിലപ്രഭുജി അവസാനം പറയുന്നു, ശ്രീമതി രാധാറാണിയുടെ ആ ഒരു ഈ പരകീയ രസത്തിലും രാധാറാണിയുടെ ഭാവം അതിനേക്കാൾ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. അതിനേക്കാൾ അപ്പുറത്തുള്ളൊരു ഫീലിങ്സ് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെയില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു തലത്തിൽ നമ്മൾ ആ തത്വങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ്. ഓക്കെ നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ ചുരുക്കാം. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അടുത്ത ആഴ്ചയിൽ 50 വരെയായി പ്രഭു. 51 അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു. വാഞ്ചാകൽപതരോഭ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. श्री चैतन्य चरितामृत की जय, श्रील कृष्णदास कविराज गोस्वामी की जय, जगत गुरु श्रील प्रभुपाद की जय, समोवेद गौर भक्त वृंद की जय, गौड़ी गुरु वृंद की जय, निताय गौर प्रेमानंदे हरि हरि बोल. जय जय श्री राधे श्याम. हरे कृष्ण. थैंक यू. Thank you very much. Hari Bol. Thank you प्रभु.